നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻ ഡി ഓർ പുരസ്കാരം സമ്മാനിക്കുന്നത് സെപ്റ്റംബർ 22-നാണ്. ഇതാ ദിവസങ്ങളായി. ഇനി ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ബാലൻ ഡി ഓർ, പുതിയ ബാലൻ ഡി ഓർ ജേതാവ് ആരാണെന്ന് നമ്മൾ അറിയും. ഓസ്മാൻ ഡെമ്പലേക്കാണ് മിക്കവരും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. പക്ഷെ അതൊന്നും അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണത്തെ നമ്മൾ കണ്ടല്ലോ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ സാധ്യതകൾ കൽപ്പിക്കുന്നതിനും വലിയ അർത്ഥമില്ല. അപ്പോൾ ലാമിൻ യമാലിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇത്തവണ ബാലൻ ഡി ഓർ കിട്ടും? അദ്ദേഹം പറയുന്നത്, ഇത്തവണ ബാലൻ ഡി ഓറിന് അർഹതയുള്ള കളിക്കാരിൽ ഒരാളാണ് ഞാൻ. ബാലൻ ഡി ഓർ നേടാനുള്ള എല്ലാ എബിലിറ്റിയും എനിക്കുണ്ട്. ഇത്തവണ കിട്ടിയില്ലെങ്കിൽ ഞാനത് മോശമായി കളിച്ചതുകൊണ്ടല്ല. എന്തായാലും ഭാവിയിൽ പലവട്ടം, ഒരു തവണയല്ല പലവട്ടം ബാലൻ ഡി ഓർ നേടാൻ എനിക്കാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ലാമിൻ യമാൽ പറയുന്നു. യമാലിൻ്റെ വാക്കുകൾ ESPN FC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാറുള്ള കാര്യമാണ്, ഒരു തവണയല്ല ബാലൻ ഡി ഓർ നേടുക എന്നുള്ളത്. ഞാൻ സ്വപ്നം കാണുന്നത് ഒരു തവണ ബാലൻ ഡി ഓർ നേടുന്നതല്ല, ഞാൻ പലവട്ടം ബാലൻ ഡി ഓർ നേടുന്നതാണ് സ്വപ്നം കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ ബാലൻ ഡി ഓർ നേടാൻ എബിലിറ്റിയുള്ള ഒരു കളിക്കാരനായിട്ടാണ് സ്വയം കാണുന്നത്, സ്വയം വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇത്തവണ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഞാൻ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യാത്തത് കൊണ്ടോ ഞാനതിനു വേണ്ടി പരിശ്രമിക്കാത്തത് കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. പക്ഷേ ബാലൻ ഡി ഓർ നേടുന്നത് ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. അതൊരു വട്ടമല്ല, പലവട്ടം ബാലൻ ഡി ഓർ നേടുന്നത് ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. സമയമാകുമ്പോൾ എനിക്കത് നേടാൻ പറ്റും. അങ്ങനെ നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വളരെയധികം സന്തോഷവാനായിരിക്കും എന്നുകൂടി ലാമിൻ യമാൽ പറയുന്നു. 18 വയസ്സേ ഉള്ളൂ ലാമിൻ യമാലിന്. അദ്ദേഹത്തിന് ഇത്തവണ എങ്ങാനും ബാലൻ ഡി ഓർ കിട്ടിയാലല്ല, വേണ്ട അടുത്ത തവണ കിട്ടിയാൽ, അതിനടുത്ത തവണ കിട്ടിയാൽ അതൊക്കെ റെക്കോർഡായിട്ട് മാറും, ഏറ്റവും പ്രായം കുറഞ്ഞ ബാലൻ ഡി ഓർ വിന്നർ എന്ന രൂപത്തിൽ. ഏതായാലും ഇത്തവണ അത് കിട്ടുമോ, സാധ്യത എത്രത്തോളം എന്നുള്ളത് നിങ്ങൾ പറയുക. പക്ഷേ കൂടുതൽ സാധ്യത എല്ലാവരും കൽപ്പിക്കപ്പെടുന്നത് ഓസ്മാൻ ഡെമ്പലേക്കാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.